നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുന്നത് ദൈവമ്മയ്ക്ക്. ദൈവമ്മയേക്കാൾ ബന്ധമുള്ളവരാണല്ലോ അവൾക്കിവിടെ മറ്റുള്ളവര്. എന്തായാലും ഇപ്പൊ ആരും ഒന്നും അറിയണ്ട. അറിഞ്ഞാൽ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായാലോ? പൊട്ടിത്തെറിയോ? എന്ത് പൊട്ടിത്തെറിയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? ചൂരൽ വടിവെട്ടി ആ മീനാക്ഷിക്കിട്ട് 2 പൊട്ടിക്കുന്ന കാര്യമാ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓ അതാണോ? മോനെ കാർത്തി, എന്താ മുത്തശ്ശി? എനിക്ക് ജയിലിൽ വരെ ഒന്ന് പോണം. നീ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യും. അല്ല, എന്തിനാ അമ്മ ഇപ്പൊ ജയിലിലേക്ക് പോകുന്നത്? ആ മീനാക്ഷിയുടെ അച്ഛനെ എനിക്കൊന്ന് കാണണം. അച്ഛനെ കണ്ടാൽ അറിയാലോ മകൾ അത്തരക്കാരിയാണെന്ന്. അതൊന്നും വേണ്ട മുത്തശ്ശി. ക്രിമിനൽസ് കിടക്കുന്ന ജയിലിലേക്കൊന്നും മുത്തശ്ശി പോണ്ട. അതിനവിടെ കിടക്കുന്നവരെല്ലാം ക്രിമിനൽസുകളല്ല. എനിക്കൊന്ന് പോണം. നീ എത്രയും പെട്ടെന്ന് അക്കാര്യമൊക്കെ റെഡിയാക്ക. ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്റെ ദൈവം എന്നോട് നുണ പറയരുത്. എന്റെ മോനോട് ദൈവം നുണ പറയില്ല. ജയറാം അങ്കിൾ ദൈവമേ വിട്ടു പോകുമ്പോ ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നു. എന്തിനാ അങ്കിള് ദൈവമേ വിട്ടു പോയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനിതുവരെ ദൈവമയോട് ചോദിക്കാത്ത കാര്യമാണ്. മാധുരി ആന്റിയോട് അങ്കിളിന് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു. ദൈവമേക്കാൾ പ്രിയപ്പെട്ടവളായിരുന്നു അങ്കിളിന് മാധുരി ആന്റി. ഒരിക്കലും അല്ലായിരുന്നു. പിന്നെ എന്താ ദൈവമേ സംഭവിച്ചത്? എന്താ ദൈവമേ ഉത്തരം മുട്ടിയതുപോലെ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്താ അമ്മേ? ഉത്തരം മുട്ടിയതല്ല മോനെ. ഞാനതെങ്ങനെ പറയും? എന്റെ ദൈവമയ്ക്ക് വിഷമാവൊന്നും പറയണ്ട. പക്ഷെ എന്തിനും ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടാവും. എന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ സങ്കടങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ആ ഭാഗ്യം എനിക്കില്ലാതെ വന്നോണ്ട് മാധുരി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതാരുടെ തെറ്റായിരുന്നു എനിക്കിപ്പോഴും പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ കരുതിയത് പോലെ ഒരു നിഷ്കളങ്കയൊന്നും ആയിരുന്നില്ല മാധുരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.